back to my YouTube channel Melvin Pets and Tricks. Guys, നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഇനി പുതിയതായിട്ട് നമ്മളൊരു പെറ്റിനെ വാങ്ങാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ പെറ്റിനെ വാങ്ങാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുള്ള കുറച്ചും കൂടി ഒരു പരിപാടികളിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരും. ഏകദേശം എൻ്റെ അറിവിൽ നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് അധികം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. +1 ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ നമ്മൾ സ്തബ്ധരായി നിന്ന് പോയി. സയൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, സയൻസ് എടുത്തവർക്ക് അറിയായിരിക്കും, അതിനുള്ള കുറേ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ്, എന്നിരുന്നാലും നിങ്ങൾ ആ വീഡിയോ പോയി കാണും. അടിപൊളി വീഡിയോ ആണ്. നമ്മൾ വാങ്ങിയ പുതിയ പെറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട ശേഷം നമുക്കിനി ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ അതായത് നമ്മൾ ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേച്ചിയുണ്ട്. നമ്മുടെ ചേച്ചിയാണ് നമ്മുടെ പെറ്റ്സിനൊക്കെ മെയിനായിട്ട് എല്ലാ സാധനത്തിനൊക്കെ ഇവിടെ ഉള്ളതിനെ എല്ലാത്തിനെയും നോക്കുന്നത്. അബ്ബാസിക്ക, അതായത് ഈ കടയുടെ മുതലാളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് ഇവിടുത്തെ ഓവറോൾ ക്ലീൻ ചെയ്യുന്നത്, ഫുഡ് കൊടുക്കുന്നത്, പെറ്റ്സിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഇവിടെ കുറേ മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം കുറേ മീനുകളെ കാണാൻ പറ്റും. ഇവിടെയുള്ള മീനിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ടല്ലോ, ഇവിടെയുള്ള മീനിൻ്റെ വെറൈറ്റി വീഡിയോസ് നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി വെറൈറ്റി വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മീനുകൾ വേണമെങ്കിലും ഇവിടെയുള്ള ഓണറിനോട് പറഞ്ഞാൽ മതി. നമ്മൾ ഡിസ്ക്രിപ്ഷന്, അതായത് ഈ കടയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ മുതലാളിയുടെ നമ്പറൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള എല്ലാ മച്ചാന്മാരും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഡയറക്റ്റ് ഈ കടയിലുള്ള പെറ്റ്സിനൊക്കെ മാക്സിമം വാങ്ങാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് മെയിനായിട്ട് വേറെ ഒന്നിനല്ല, നമ്മളിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരുന്നത് ഫ്ലൈയിങ് ഡെക്കിനെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഫ്ലൈയിങ് ഡെക്കിനെ പറ്റിയാണ്. നമ്മൾ ഒരൊറ്റ പെയർ, അതായത് യാദൃശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു താറാവേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്ലൈയിങ് ഡെക്കും. അപ്പോൾ അത് ചത്തുപോയി. അതിനുശേഷം നമ്മൾ വാങ്ങുന്ന ആദ്യത്തെ സെറ്റാണ് ഫ്ലൈയിങ് ഡെക്ക്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ആ സെക്ഷനിലോട്ട് പോയാലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ചേച്ചി, അടിപൊളി ചേച്ചിയാണ്. ചേച്ചിയാണ് ഇവിടുത്തെ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചേച്ചിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ചേച്ചി വന്നിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്, പെവറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ വാങ്ങാൻ പോണ താറാവ്. നോക്കിക്കോ, ഇതാണ് നമ്മൾ വാങ്ങാൻ പോണ താറാവ്. മെയിലും ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിലും ഉണ്ട്. അപ്പോൾ ചേച്ചി, ഇതിനകത്തുള്ള മെയിലും ഫീമെയിലും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മെയിലിന് സൗണ്ട് കുറവായിരിക്കും, നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നോക്കാവുന്നതാണ്. ഗൈസ്, പിന്നെ ചേച്ചി ഇതിന് എന്തൊക്കെ ഫുഡാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ ചോറായിട്ട് മാത്രം കൊടുക്കാൻ പറ്റും? ഓക്കെ. പിന്നെ ചേച്ചി, ഇത് ഒരു മാസത്തിൽ ഏകദേശം എത്ര മുട്ടയാണ് ഇടുക? ഇടാൻ സാധിക്കും. പിന്നെ ഈ താറാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചേച്ചി?
ഗൈസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ താറാവിനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കാര്യം മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരിനം താറാവുകളാണ് ഫ്ലൈങ് ഡക്കുകൾ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് ഈ താറാവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ കുറേ പെറ്റ്സ്, പ്രാവുകൾ, കോഴികൾ, ജാവകൾ, ഫീഗേഴ്സ്, പിന്നെ അതുപോലെ ഡയമണ്ട് ഡൗവ്, പിന്നെ ലവ് ബേർഡ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പെറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പെറ്റ്സുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് പോവാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലൈങ് ഡക്കിനെ വാങ്ങിക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള മീനിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ വാങ്ങാൻ പോകുന്ന താറാവുകളും അതുപോലെ തന്നെ ഈ പെരുന്തമണ്ണ ഈ അക്കോറത്തിലുള്ള ഇവിടെയുള്ള എല്ലാ പെറ്റ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒത്തിരി പെറ്റ്സ് വരാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അല്ലെങ്കിൽ ആ കാണുന്ന കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 2 വെറൈറ്റി പൂച്ചകളുണ്ട്. പൂച്ചകളെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഒരു പൂച്ചയുടെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഈ ചേച്ചിയോട് ഡയറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി ചോദിച്ചറിയാം. അപ്പോൾ അതേ നമ്മുടെ ചേച്ചി ഇതാ പൂച്ചയും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ പൂച്ചയാണിത്. അപ്പോൾ ചേച്ചി, ഈ പൂച്ചയുടെ പേരെന്താണ്? ഡോൾ ഫേസ് എന്ന് പറയും. അപ്പോൾ ഈ പൂച്ചയ്ക്ക് ഇപ്പോൾ എത്ര മാസം പ്രായമുണ്ട് ചേച്ചി? ഇതിനൊരു 3 മാസം പ്രായം. 3 മാസം പ്രായം. എന്തൊക്കെ ഫുഡാണ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നത്? ഫുഡ് കൊടുക്കാം. അതുപോലെ പിന്നെ വേറൊന്നും കൊടുക്കാൻ പറ്റില്ല, പെറ്റ് ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചേച്ചി, ഇതിന് പ്രൈസ് ഇപ്പോൾ എത്രയാണ് വരുന്നത്? 5000 രൂപയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഡോൾ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൂച്ചനെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പോരും. നല്ല അടിപൊളി പൂച്ചയാണ്. ഇതാണ് നല്ല ഓമർത്തം തുടങ്ങുന്ന പൂച്ചയാണ്. നമ്മളിതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, ഈ പൂച്ചയ്ക്ക് പ്രൈസ് 5000 രൂപയുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിളിക്കുക, വാങ്ങിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ താറാവ് ഫ്ലൈങ് ഡക്കിനെ വാങ്ങുകയാണ്. അപ്പോൾ 2 ഫീമെയിലും 1 മെയിലാണ് ഇപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേച്ചി നമ്മുടെ താറാവുകളൊക്കെ എടുക്കുകയാണ്. ഒന്നിനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മെയിലും ഫീമെയിലും കറക്റ്റ് നോക്കി. അപ്പോൾ ഫീമെയിൽ നമുക്ക് വേറെ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിനും കൂടി എടുക്കാനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ 3 എണ്ണത്തിനെയും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഫ്ലൈങ് ഡക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങുക. നല്ല അടിപൊളി താറാവുകളാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇതിന് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 റുപ്പീസാണ് ഏകദേശം ഒന്നിന് വരുന്നത്. 2 എണ്ണമാണ് 300 രൂപ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അതൊക്കെയുള്ള കൂട് നമ്മുടെ പഴയ താറാവിൻ്റെ കൂട്ടിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് ഇന്ന് കാണാൻ പറ്റില്ല. അത് ഈ വരുന്ന വെള്ളിയാഴ്ച കറക്റ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ. നമ്മളപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫാമിംഗ്, അതായത് നമ്മൾ വാങ്ങാൻ പോകുന്ന ഓണത്തിന് ശേഷം നമ്മൾ വാങ്ങിയ ചെറിയൊരു പെറ്റിനെയാണ്. വേറെ ഒന്നുമല്ല, ഫ്ലൈങ് ഡക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരുപാടധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയ കൂടും അതുപോലെ അതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ താറാവുകളെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ ജൂലിയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെരിന്തൽമണ്ണയിലുള്ള എല്ലാ ആൾക്കാരും പെറ്റ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ കടയിലോട്ട് വരിക, അബ്ബാസിക്കയുടെ കടയിലോട്ട് വരിക. നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും പുള്ളിക്കാരൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും കണ്ടുമുട്ടുന്ന പ്രതീക്ഷയിൽ ദിസ് ഈസ് മെൽവിൻ കെ സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്.